ഇത് ആലപ്പുഴ ചാത്തനാട് കളത്തിൽ പറമ്പിൽ വീട്. വിപ്ലവ കേരളത്തിന്റെ ആരാധ്യയായ നേതാവും ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രിയും ചരിത്രപ്രസിദ്ധമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിലൂടെ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മുൻ മന്ത്രിയും ജനാധിപത്യ സംരക്ഷണ സമിതി പാർട്ടിയുടെ സ്ഥാപക നേതാവുമായ KR ഗൗരിയമ്മ താമസിച്ചിരുന്ന തറവാട് 1960-ലാണ് ചാത്തനാട്ടെ ഈ വീടും 19.5 സെന്റ് സ്ഥലവും ഗൗരിയമ്മ വിലയാധാരമായി വാങ്ങിയതും കളത്തിൽ പറമ്പിൽ എന്ന പേര് നൽകിയതും. വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളും പഴയകാല നേതാക്കളും ഇന്നത്തെ നേതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും കയറിയിറങ്ങിയ തറവാടാണിത്. എത്ര പാർട്ടി പ്രവർത്തകർ ഓരോ ദിവസവും നിറകണ്ണുകളോടെ ഈ തറവാട്ടിലെത്തി തന്റെ ആവലാതികൾ പറഞ്ഞു. അത് കേട്ട നിമിഷങ്ങൾക്കകം പരിഹാരവും കണ്ടെത്തി നിറഞ്ഞ മനസ്സോടെ കളത്തിൽ പറമ്പിൽ തറവാടിന്റെ പടിവാതിലിറങ്ങുമ്പോൾ ഓരോ പ്രവർത്തകരും മനസ്സിൽ മന്ത്രിക്കാറുണ്ട്, സഖാവ് ഗൗരിയമ്മ സിന്ദാബാദ്. ഗൗരിയമ്മ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആലപ്പുഴയിൽ എത്തിയാൽ ഗൗരിയമ്മ താമസിച്ചത് ഇവിടെയായിരുന്നു. ലളിതമായ ജീവിതം നയിച്ചിരുന്ന TV തോമസും ഗൗരിയമ്മയും മന്ത്രിമാരായിരിക്കുമ്പോഴും തുടർന്ന് 1967 വരെ ഈ തറവാട്ടിലായിരുന്നു താമസം. TV തോമസും ഗൗരിയമ്മയും വേർപിരിഞ്ഞതിനു ശേഷം ഒരിക്കൽ പോലും ഈ തറവാട്ടിൽ TV തോമസ് കാലുകുത്തിയിട്ടില്ല. ഇന്നും നിറം കെടാതെ കേരള ജനതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല നിർണായക തീരുമാനങ്ങൾ എടുത്തത് ഈ തറവാട്ടിൽ വെച്ചാണ്. ഗൗരിയമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചാത്തനാട്ടെ വീടും പറമ്പും തന്റെ സഹോദരി പുത്രിയും JSSന്റെ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ PC ബീനാകുമാരിയുടെ പേരിൽ എഴുതി കൊടുത്തിരുന്നു. 1994 ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതി പാർട്ടി രൂപീകരിച്ചു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രഖ്യാപനം നടത്തുമ്പോഴും ഗൗരിയമ്മയുടെ ഒപ്പമുണ്ടായിരുന്ന ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ബീനാകുമാരിയുടെ കൈവശം എല്ലാ രേഖകളും സ്വത്തുക്കളും കൈമാറിയിരുന്നു. ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് 14 ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഗൗരിയമ്മയുടെ നയങ്ങളെ അതേപടി ശിരസാവഹിച്ചുകൊണ്ട് പാർട്ടിയെ നയിക്കാനും ജനങ്ങളുടെ ഇടയിലെ മതിപ്പ് പിടിച്ചെടുക്കാനും PC ബീനാകുമാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ പാർട്ടിയാണ്. മുന്നണി നേതൃത്വം നൽകുന്ന എല്ലാ ബഹുജന സമരങ്ങളിലും പാർട്ടി പരിപാടികളിലും ജനാധിപത്യ സംരക്ഷണ സമിതി മുൻനിരയിലുണ്ട്. ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവും ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയുമായിരുന്ന സഖാവ് ഗൗരിയമ്മയുടെ 2ാം ചരമവാർഷികം ആലപ്പുഴ ചാത്തനാട്ട് വസതിയിൽ മെയ് 11 നടന്നു. വാർഷിക സമ്മേളനത്തിൽ ആലപ്പുഴ MLA MP ചിത്തരഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി സാമൂഹ്യ മാറ്റത്തിനിടയാക്കിയ ബില്ലുകൾ, ഭൂപരിഷ്കരണ ബില്ലായാലും അതിനുശേഷം വന്നിട്ടുള്ള വനിതാ ബില്ലായാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വരുന്ന എല്ലാ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒക്കെ ഗൗരിയമ്മ കൊണ്ടുവന്നിട്ടുള്ള ബില്ലുകളും നിയമങ്ങളും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രശ്നത്തിലൊക്കെ ഒന്ന് കടക്കാനായി ഒരു ജീവിതം മുഴുവൻ നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ 1-2 വർഷക്കാലം ചില മറവികളും ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആ കാലഘട്ടം അത്രയും എന്ന് വെച്ചാൽ 97-98 വയസ്സിലും പൊതുവേദികളിലൊക്കെ ഇറങ്ങി ചെല്ലുവാനും പൊതു സമൂഹത്തോട് സംവദിക്കുവാനും ഒക്കെ ഗൗരിയമ്മ കാണിച്ചിട്ടുള്ള മാതൃകയുണ്ട്. ഞാൻ എന്നും ഓർക്കുന്ന ഒരു ചെറിയ അനുഭവം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2005 മുതൽ 10 വരെ 5 വർഷക്കാലം ഞാൻ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള ചുമതല വഹിക്കാൻ ആവശ്യമുള്ളത്. ആ ചുമതല വഹിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നത്. മറ്റാരുടെയും കാര്യമല്ല, നാട്ടിലെ വഴിയോര കച്ചവടക്കാരെ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചു പേര് ഇവിടെ നിന്ന് കരഞ്ഞു. പെരുമയെ കണ്ട് വിഷമം പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായ PC ബീനാകുമാരി, സംസ്ഥാന പ്രസിഡന്റ് സംഗീത് ചക്രപാണി, പാലക്കാട് ശിവദാസ്, ആലപ്പുഴ ശിവാനന്ദൻ, അഡ്വക്കേറ്റ് പാറശാല M അജികുമാർ, നെടുമം ജയകുമാർ, അഡ്വക്കേറ്റ് പോത്തങ്കോട് വിജയൻ, അഡ്വക്കേറ്റ് പവനൻ എന്നിവർ പ്രസംഗിച്ചു.